നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഓസ്റ്റിയോആർത്രൈറ്റിസ് അഥവാ കാൽമുട്ട് തേയ്മാനം. നമ്മുടെ ഓർത്തോപീഡിക് ഒപിയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് കാൽമുട്ട് തേയ്മാനം. കാൽമുട്ട് തേയ്മാനത്തിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ കാൽമുട്ടിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് കാണുന്ന ഈ കാർട്ടിലേജ് ടിഷ്യൂ ഇതിന് വെയർ ആൻഡ് ടയർ മൂലം ഉണ്ടാകുന്ന ഒരു തേയ്മാനമാണ് കാൽമുട്ട് തേയ്മാനം. കാൽമുട്ട് തേയ്മാനം കൂടുതലായി കണ്ടുവരുന്നത് പ്രായം കൂടുതലായി ഉള്ള ആളുകളിൽ, അതുപോലെ തന്നെ സ്ത്രീകളിൽ, അമിതവണ്ണമുള്ളവരിൽ, കാൽമുട്ടിന് മുൻപ് ഇഞ്ചുറി പറ്റിയിട്ടുള്ള ആളുകളിലും, അതുപോലെ തന്നെ കാലിന്റെ മുട്ടിന് വളവ് ഉള്ള ആളുകളിലും ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പ്രധാനമായും കണ്ടുവരുന്നത് അമിതമായിട്ടുള്ള വേദന, കാൽമുട്ടിന് വീക്കം വരിക, കാൽമുട്ടിന്റെ നമ്മുടെ അനക്കം, മുട്ട് മടക്കാനുള്ള പ്രയാസം, സ്റ്റിഫ്നെസ്, അതുപോലെ തന്നെ കാൽമുട്ടിന് വളച്ചിൽ വരിക. അതാണ് ലാസ്റ്റ് സ്റ്റേജിൽ കണ്ടുവരുന്നതാണ് കാൽമുട്ടിന് ഭയങ്കരമായിട്ടുള്ള വളച്ചിലുകൾ. നമ്മൾ രോഗം നിർണ്ണയിക്കുന്നത് പ്രധാനമായിട്ടും പരിശോധിച്ചു കണ്ട് തന്നെയാണ്. പരിശോധനയിൽ കാൽമുട്ടിന് ജോയിന്റിൽ വേദന ഉണ്ടാവും. അതുപോലെ തന്നെ തൊട്ട് പരിശോധിക്കുമ്പോൾ കാലിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം വരുന്നത് പോലെ, ഒരു വരസുന്ന ശബ്ദം വരുന്നത് പോലെ ഉണ്ടാവും. അതുപോലെ തന്നെ രക്തപരിശോധന ചെയ്യുന്നത് പ്രധാനമായും മറ്റു അസുഖങ്ങളില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. മറ്റു അസുഖങ്ങളെന്ന് പറഞ്ഞാൽ രക്തവാതം, അതുപോലെ തന്നെ സെപ്റ്റിക് ആർത്തറൈറ്റിസ്, ജോയിന്റിന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ഒന്നും അല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ കാലിന്റെ ഉള്ളിൽ നിന്ന് ജോയിന്റ് ഫ്ലൂയിഡ്, സൈനോവൽ ഫ്ലൂയിഡ് നമ്മൾ എടുത്ത് പരിശോധിക്കുക. അതും ഒരു പരിശോധന രീതിയാണ്. മെയിൻ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് എക്സ്റേ ആണ്. എക്സ്റേയിൽ നമുക്ക് ജോയിന്റിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് അത് കുറഞ്ഞു കാണുന്നതാണ്. അതുപോലെ തന്നെ പുതുതായിട്ട് എല്ല് വളർച്ച, ഓസ്റ്റിയോഫൈറ്റ്സ്, അതും കാണുന്നതാണ്. MRI എടുക്കുന്നത് ലിഗമെന്റ് പ്രോബ്ലം എന്തെങ്കിലും, അതെങ്കിലും മെനിസ്കസ് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് MRI എടുക്കുന്നത്. കാൽമുട്ട് തേയ്മാനം മെയിൻലി 4 സ്റ്റേജസ് ആണ്. ഏർലി സ്റ്റേജസിൽ നമ്മൾ എക്സസൈസ്, അതുപോലെ തന്നെ വെയിറ്റ് റിഡക്ഷൻ, അമിതമായിട്ട് വണ്ണമുള്ളവരിൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്നതും, പിന്നെ അതുപോലെ തന്നെ ക്വാഡ്രിസെപ്സ് സ്ട്രെങ്തനിങ് എക്സസൈസ് ആൻഡ് അതർ മെഡിക്കേഷൻസ്, നമ്മളുടെ പെയിൻ കില്ലേഴ്സ് എല്ലാം നൽകുന്നത്. സിവിയർ ഓസ്റ്റിയോആർത്രൈറ്റിസിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മെയിൻലി സർജറിയാണ്. സർജറി നമുക്ക് 3 ആയിട്ടുണ്ട്. ഒന്ന് ഹൈ ടിബിയൽ ഓസ്റ്റിയോട്ടമി. പ്രായം കുറഞ്ഞ ആളുകളിൽ ഹൈ ടിബിയൽ ഓസ്റ്റിയോട്ടമി എന്ന് പറയും. നമ്മൾ ടിബിയയുടെ ഈ ഭാഗത്തായിട്ട് കട്ട് ചെയ്തിട്ട് അതിന്റെ അലൈൻമെന്റ് കറക്റ്റ് ആക്കി വെച്ചിട്ട് പ്ലേറ്റ് വെച്ച് ഫിക്സ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ഹൈ ടിബിയൽ ഓസ്റ്റിയോട്ടമി. അത് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, പിന്നെ ഒരു ഡിലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ ടിബിയൽ ഓസ്റ്റിയോട്ടമി. പ്രായം കൂടുതലായിട്ടുള്ള ആളുകൾ നമ്മൾ ചെയ്യുന്നത് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. അത് തന്നെ 2 തരമുണ്ട്. ഒന്ന് യൂണികോണ്ടൈലർ നീ റീപ്ലേസ്മെന്റും, ഒന്ന് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്. യൂണികോണ്ടൈലർ നീ റീപ്ലേസ്മെന്റിൽ നമ്മൾ ഈ മീഡിയൽ സൈഡിലാണ് നമ്മൾ കൂടുതലായിട്ട് തേയ്മാനം കണ്ടുവരുന്നത്. മീഡിയൽ സൈഡ് മാത്രം തേഞ്ഞു പോയവർക്ക് മീഡിയൽ സൈഡ് മാത്രം മുട്ട് മാറ്റി വെക്കുന്നതാണ്. അതാണ് യൂണികോണ്ടൈലർ നീ റീപ്ലേസ്മെന്റ്. സിവിയർ ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉള്ളവരിൽ മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് ആണ്. അതിൽ തേഞ്ഞു പോയിട്ടുള്ള കാർട്ടിലേജ് ടിഷ്യൂ നമ്മൾ റിമൂവ് ചെയ്തിട്ട് അവിടെ ഒരു സ്റ്റീൽ കമ്പണന്റ് വെച്ച് പിടിപ്പിക്കുന്ന ഒരു പ്രൊസീജിയറാണ് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്. താങ്ക് യു.